ഈ ശ്ലോകമൊക്കെ ഒന്ന് രാവിലെ എണീറ്റ് ചൊല്ലുന്നത് നല്ലതാണ്. നമ്മള് കേൾക്കാത്തതായ, പൊതുവെ നമ്മൾ ഭാഗവതം അങ്ങനെ വായിക്കുന്നവർ കുറവാണ്. കൂടുതൽ ആളുകൾ ഇങ്ങനെ സപ്താഹങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. പിന്നെ ചിലരാണെങ്കിൽ കേട്ട് കളയുന്നവരുമാണ്. അങ്ങനെ ഒരു ഭാഷയുണ്ട് നമുക്ക്. എന്താ, അവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ട്, നമുക്കൊന്ന് കേട്ട് കളയാം, ഒന്ന് അവനെ ഒന്ന് കണ്ടു കളയാം, അല്ലേ, അങ്ങോട്ടൊന്ന് കയറിക്കളയാം. അങ്ങനെ കളയാന്നുള്ളൊരു വാക്ക് ചിലപ്പം കൂടെ പറയില്ലേ. ഒന്ന് കയറിപ്പോവാന്നുള്ളതിനെ കയറിക്കളയാന്ന് പറയുമോ? പറയുമോ? അവരൊന്ന് കണ്ടു കളയാന്ന് പറയുമോ? അതുപോലെ പറയും, കേട്ട് കളയാം. ഉറപ്പാണ്. എന്ത്, കേട്ടതൊന്നും പിന്നെ ഉള്ളിലുണ്ടാവില്ല. അപ്പൊ ഈ ഭാഗവതം കേൾക്കുകയല്ല, പഠിക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു മഹത്തായ ഒരു സംസ്കൃതിയോട് വലിയൊരു ആദരവും ബഹുമാനവും അതേപോലെ തന്നെ അതിന്റെ മഹത്വവും മനസ്സിലാവുക. നമ്മുടെ പൂർവികന്മാരെ എത്രമാത്രം ജ്ഞാനികളായിരുന്നു, അവർ പറഞ്ഞത് എത്രമാത്രം ശാസ്ത്രീയ സത്യങ്ങളായിരുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഒരു ഹിന്ദുക്കൾക്ക് പറ്റിയൊരു വീഴ്ച എന്താന്ന് വെച്ചാല്, നമുക്ക് പലതും ഒരു സംശയത്തിനിടവരുത്തുന്ന ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു റിലീജിയനാണ് നമ്മുടെ. ഇപ്പൊ ഗണപതിയെ പോലൊരു ദൈവം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാരണം ആനയുടെ തലയും മനുഷ്യന്റെ ഉടലൊക്കെ ഇട്ടൊരു ദൈവം ഉണ്ടാവുമോ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിഥ്യ എന്നൊക്കെ ഉള്ളൊരു വാക്ക് വന്നു, അല്ലേ? ഗണപതി മിത്താണെന്നൊക്കെ സ്പീക്കർ കയറി പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ വിത്ത് പോയി. പിന്നെ മിത്തും ഇല്ല, ആളും ഇല്ല, ആള് മിണ്ടാതെ പോയി. നാട്ടുകാരൊക്കെ കൂടെ ശരി കളഞ്ഞു. പിന്നെ അതിന് മാപ്പ് പറയലും പിടിയും ഒക്കെ അങ്ങനെ മാറി. അപ്പോ ഇതിന്റെ ഒരു സത്യം മനസ്സിലാക്കണ്ടേ നമ്മളൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊന്നും കാര്യമായി പറഞ്ഞു തരാൻ നമുക്കൊരു വ്യവസ്ഥ നമ്മുടെ ഹിന്ദുമതത്തിൽ ഇല്ല. പഴയതുപോലെ നമ്മളിപ്പോഴും അങ്ങനെ പിന്തുടരുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ ഇതിലേക്ക് കാര്യമായിട്ട് വരാത്തത്. കാരണം അവരെ പലതും കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നോക്കൂ, നമ്മളെല്ലാ രൂപങ്ങളും നോക്കും. ഇപ്പൊ വിഷ്ണു ഭഗവാൻ 4 കൈയുള്ളൊരു ദൈവം ഉണ്ടാവുമോ? 8 കൈയുള്ളൊരു ദേവി, അല്ലേ? ദേവിക്ക് എത്ര കയ്യാ? 8 കൈ. ഒരു കുട്ടി എന്നോട് ചോദിച്ചു, 8 കൈയിലൂടെ എങ്ങനെയാ ബ്ലൗസ് ഇടുക എന്നുള്ളത്. ഞാനും അപ്പോഴാണ് ചിന്തിച്ചത്. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ ചോദിച്ച ഒറ്റെണ്ണം കിട്ടിയിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെ ആരെയും ചോദിക്കുമോ? ഒരു ധൈര്യം ഉണ്ടാവും അങ്ങനെ ചോദിക്കാൻ? പറയൂ. ഒരു കുട്ടി എന്നോട് വളരെ ഇന്റലിജന്റ് ആയിട്ട് ചോദിച്ചതാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കുട്ടി പോയി വന്നിട്ട് പറയണ, ഈ പാമ്പ് ഇങ്ങനെ കടന്നാൽ, നീ അങ്ങനെ കടന്നു എന്ന് തന്നെ വിചാരിക്കുക, അതിന്റെ നടുഭാഗം പൊള്ളിയല്ലേ പാമ്പിന്റെ, അല്ലേ? ഈ വട്ടം, അതിന്റെ നടുഭാഗം സ്പേസ് ഗ്യാപ്പ് അല്ലേ? അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ പറ്റുകയെന്ന്. ഈ നടുഭാഗത്ത് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ കിടത്തെങ്ങനെ ഉണ്ടാവും? നടുവെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റുമോ? ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഭഗവാൻ കിടക്കുന്നത്. നടുഭാഗം മുഴുവൻ പൊള്ളയാണ്, ഗ്യാപ്പാണ്, സ്പേസാണ്. ഇതെങ്ങനെ പിടിക്കുന്നു? ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെന്താ മേലോട്ട് നോക്കുന്നത്? പറ്റുമോ? അപ്പൊ നോക്കൂ, നമുക്ക് ഹിന്ദുമതം എന്ന് പറയുന്നത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയിപ്പൊ അയ്യപ്പസ്വാമി തന്നെ നോക്കൂ, നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പ്, അതെന്താ അങ്ങനെ ഇരിക്കണത് ചോദിച്ചാൽ എന്താ പറയാ? അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. കൃഷ്ണൻ തന്നെ പറയും, നിങ്ങൾ എന്തും മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. ഗീതയിലെ 16-ാം അധ്യായത്തിലെ ലാസ്റ്റ് 2 ശ്ലോകങ്ങൾ അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ സത്യത്തില് നമ്മൾ ഹിന്ദുക്കളായിട്ടില്ല. എപ്പോഴും നമ്മൾ ഹിന്ദുക്കളല്ല. ഇപ്പോഴും കൃഷ്ണൻ പറഞ്ഞ രീതി ഉള്ള ഹിന്ദുക്കളല്ല. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ ഒടുവിലത്തെ 2 ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ.
അവിടെ പറയും ഏറ്റവും ഒടുവിലത്തെ എന്താണ് ശ്ലോകം തുടങ്ങുന്നത്? 16-ാം അധ്യായത്തിലെ ലാസ്റ്റ്. ചൊല്ലു, 16-ാം അധ്യായത്തിലെ ലാസ്റ്റ് 2 ശ്ലോകങ്ങള്. യ ശാസ്ത്രവിധിം ഉത്സൃജ്യ. പറയൂ. യ ശാസ്ത്രവിധിം ഉത്സൃജ്യ. പറയൂ. അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കുന്നത്. യ ആരാണോ, യ എന്നുള്ളതിന് സംസ്കൃതത്തിൽ അർത്ഥം യ എന്ന് പറഞ്ഞാൽ ആരാണോ, യാതൊരുവനാണോ ശാസ്ത്രവിധികളെ, ശാസ്ത്രത്തിൽ പറഞ്ഞ വിധികളെ, മീൻസ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിധി പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ. വിധി എന്ന് പറഞ്ഞാൽ അർത്ഥം, വിധി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നമുക്കുള്ള ഉപദേശങ്ങൾ. അപ്പൊ ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഉത്സൃജ്യ, വിസർജ്യ, വിസർജനം എന്നൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ വിട്ടുകൊണ്ട്, എന്ന് വെച്ചാൽ അതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ യശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ പ്രവർത്തതേ കാമകാരത, കാമകാരണത്താൽ. കാമെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവനവന്റെ ഉള്ളിൽ തന്നെ ഒരു അന്ധമായ വിശ്വാസം കൊണ്ടോ അന്ധമായ ഇഷ്ടം കൊണ്ടൊക്കെ ആരാണോ ശാസ്ത്രത്തിലെ വിധി മനസ്സിലാക്കാതെ ആചരണങ്ങളെ കൊണ്ടു നടക്കുന്നത്, ന സിദ്ധിം അവാപ്നോതി. സിദ്ധി ന, അവർക്ക് എന്തില്ല? സിദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം അവരൊരിക്കലും മാനസികമായി ഉയരുന്നില്ല, അവിടെ തന്നെ കിടക്കും. അപ്പൊ സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? നേരത്തെ നമ്മൾ ബോധത്തെ പറഞ്ഞുവല്ലോ, പല തട്ടിലുള്ള ബോധം. ഏത് ബോധത്തിലേക്ക് ഉയരുന്നില്ല? അവബോധത്തിലേക്കും പൂർണ്ണബോധത്തിലേക്കൊന്നും അവർക്കൊരിക്കലും ഉയരാൻ പറ്റില്ല. അവരാ പഴയ അവസ്ഥയിൽ തന്നെ തുടരും. ന സുഖം, ഒരു യഥാർത്ഥ സുഖം അവർക്ക് അതുകൊണ്ട് തന്നെ കിട്ടാനും പോകുന്നില്ല. ന പരാംഗതിം. അർത്ഥാവില്ലേ അതൊക്കെ? അതൊക്കെ അർത്ഥാവില്ലേ? പരമമായൊരു ന എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പൊ അതെന്താ ഉണ്ടാവാതെ പോയതിന് കാരണം? അവരാചരിക്കുന്നുണ്ട് പലതും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതൊന്നും അവർക്ക് അറിയില്ല. അപ്പം മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ വികസിക്കണമെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണോ വേണ്ടെന്നാണോ? ഇതാണ് നമുക്ക് ഹിന്ദുക്കൾക്ക് പറ്റിയത്. ഇതാരും പറഞ്ഞു തരാണ്ടായില്ല. അപ്പൊ നമ്മൾ അന്ധമായി ആചരിച്ചു. അപ്പൊ കൃഷ്ണൻ പറയുന്നു, ഇങ്ങനെ ആചരിക്കുമ്പോഴാണ് നമ്മൾ ഹിന്ദുക്കളാവുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഹിന്ദുക്കളാണോ അതോ ജന്തുക്കളാണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഈ രീതിയിലുള്ള ആളുകളാണ് ഹിന്ദുക്കൾ. നമ്മൾ ഹിന്ദുക്കളായിട്ടുണ്ടോ? പറയൂ നിങ്ങൾ. അപ്പൊ നമ്മുടെ സമൂഹം ഹിന്ദുക്കളായിട്ടല്ല വളരുന്നത്. കാരണം നമ്മൾ തോന്നിയതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഒരു ക്ഷേത്രത്തിൽ പോയി എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യ അറിവോട് കൂടിയിട്ടാണോ പോകുന്നത്? അതോ മുമ്പ് കണ്ടത് അതുപോലെ നിങ്ങൾ അനുസരിക്കുന്നു, അതും പിന്തുടരുന്നു, മറ്റുള്ളവരെയും അതല്ലേ ചെയ്യിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ആണോ അല്ലയോ? നിങ്ങളിപ്പോ അമ്പലത്തിൽ പോകുന്നു, ധർമ്മശാസ്താവിനെ കാണാൻ പോകും. അയ്യപ്പൻ ആരാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവായിരിക്കാം. അത് പിന്നെ സീരിയലിൽ കിട്ടുന്നുണ്ട് കഥ, ഇല്ലേ? ഉണ്ടോ? എന്നാ ഈ തത്വമസി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം പറയാ? അത് നീയാകുന്നു. ഏത് നീയാകുന്നു?
നോക്കൂ, എന്തൊക്കെ വിഡ്ഢിത്തരാ നമ്മൾ കേട്ടിരിക്കുന്നത്. ഇത് നീയാകുന്നു. ഏത് നീയാകുന്നു? ഭഗവാൻ നീയാകുന്നു. തെറ്റ് പറഞ്ഞ് ശീലിക്കരുതേ. ഒരിക്കലും അങ്ങനെയല്ലല്ലോ അത്. ഈ ഞാനും ഭഗവാനും ഒന്നാണെന്നാണോ പറയുന്നത്? അങ്ങനെ ഒരു തെറ്റ് പറയരുത് നിങ്ങൾ. ഞാനും ഭഗവാനും ഒന്നാണെന്നല്ല അതിനർത്ഥം. ഒന്നാണ് എന്നതല്ല. നോക്കൂ, ഒന്നെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഈ അകത്തുള്ള ആകാശവും പുറത്തുള്ള ആകാശവും കൂടെ വന്നില്ലേ നിങ്ങള്? പുറത്തുള്ള ആകാശവും അകത്തുള്ള ആകാശവും രണ്ടാണോ അത്? അതൊരു ബിൽഡിംഗ് കെട്ടുമ്പോഴാണ് രണ്ടാവുന്നത്. അല്ലെങ്കിലോ? ഉറക്കെ പറയൂ, ഒന്നാണ്. ഇപ്പൊ ഞാനും ഭഗവാനും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്ന് പറയുന്നത് ആ അനന്തമായ ബോധത്തിന്റെ ഒരു അംശമാണ്. ഞാൻ അതിലേക്ക് എത്തിയാൽ പിന്നെ ഞാനില്ല, പിന്നെ ഏതേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അതിന്റെ ഒരു അംശമാണെങ്കിൽ അംശം അതിലേക്ക് എത്തും തോറും അതില്ലാതായി തീരും. അത് അതിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേർന്നാൽ ഈ ഞാനും അതും ഒന്നാണോ, അതോ അത് മാത്രമാണോ ഉള്ളത്? കൂടെ വന്നില്ലേ നിങ്ങള്? അത് മാത്രമാണോ ഉള്ളത്, അതോ ഞാനും ഒന്നും അതും എല്ലാം ഒന്നാണോ? ഈ ഒന്നെന്നതില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? ഞാൻ അതിൻ്റെ ഒരു അംശമാണ്, ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാനും അതും ഒന്നാണോ? അത് പറഞ്ഞാൽ എന്താ ഒരു കുഴപ്പം? ഞാനും അതും ഒന്നാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ് അതാവാൻ ശ്രമിക്കുന്നത്? ഞാനും അതും ഒന്നാണെങ്കിൽ ഞാൻ അതാവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനും അതും കൂടെ വന്നില്ലേ നിങ്ങള്? ഞാനും അതും ഒന്നാണെങ്കിൽ ഞാൻ അതാവാൻ, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അതിന്റെ യുക്തി? ഞാൻ അതാവാൻ ശ്രമിക്കണ്ട. കാരണം ഞാൻ അതാണല്ലോ. നീ എന്തിനാ ശ്രമിക്കുന്നത്? അപ്പൊ ഈ ഞാനും അതും ഒന്നാണെന്നത് ശരിയാണോ? കൂടെ വരുന്നില്ല നിങ്ങള്? ശരിയാണോ? പിന്നെ ഇങ്ങനെ നിങ്ങൾ ഈ തെറ്റ് പറഞ്ഞു പഠിച്ചത്? അങ്ങനെ പറയൂ. അപ്പൊ നമ്മൾ തെറ്റു പറഞ്ഞ് പഠിച്ചു പോയാൽ അപ്പൊ നമ്മളതിന്റെ യുക്തി ചിന്തിക്കുന്നില്ല. അതെങ്ങനെയാണ് അതിന്റെ യുക്തി എന്നുള്ളത്? അപ്പൊ ഞാനില്ല, ഞാനെന്ന പാപമതു തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇതൊരു പുഴയും കടലും പോലെ. ആപൂര്യമാണമതല പ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി. പുഴയും കടലും ഒന്നാണോ? പുഴയും കടലും ഒന്നാണോ? അല്ല, പുഴ ചെറുത് തന്നെയല്ലേ. എന്നാൽ പുഴ കടലിന്റെ ഒരു ഭാഗമാണ്, അംശമാണ്. പുഴയ്ക്ക് ഒഴുകി ആരിലേക്കെത്താം? കടലിലേക്കെത്താം. പിന്നെ പുഴയില്ല, പിന്നെ ഉള്ളത് കടലാണ്. അപ്പൊ പുഴയും കടലും ഒന്നാണെന്നാണോ പറയേണ്ടത്? അതോ പുഴ കടലിന്റെ ഒരു അംശമാണെന്നാണോ? ഏതാ ശരി? ഇതുപോലെ ഞാനും ഭഗവാനും ഒന്നാണെന്നാണോ പറയേണ്ടത്? എത്ര തെറ്റാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് നോക്കൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഓരോന്നും നമ്മള് വ്യക്തമായി പഠിക്കേണ്ടിയിരുന്നു. ഈ വ്യക്തത നമുക്കാരും പറഞ്ഞു തരുന്നില്ല. ഇനി അടുത്ത വരി നോക്കൂ, ഗീതയിലെ ലാസ്റ്റ് വരി എന്താ പറയുന്നത്? തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യ വ്യവസ്ഥിഷു. അപ്പൊ കാര്യം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത്, എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടതില്ലാത്തത്. അപ്പൊ നോക്കൂ, അത് മനസ്സിലാക്കാത്തോണ്ടാണ് നിങ്ങൾ തെറ്റ് പഠിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ശാസ്ത്രം പ്രമാണം തേ. എന്താ പ്രമാണം? അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കൊരു ശാസ്ത്ര പഠനങ്ങൾ ഉണ്ടാവണം. ഗീതയൊക്കെ പഠിക്കണം കുട്ടികൾ. വേണ്ടയോ? അതൊക്കെ നമ്മൾ ക്രമേണ ഇതിലേക്ക് കൊണ്ടുവരണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, കുട്ടികളോടൊക്കെ ഗീതയൊക്കെ സംസാരിക്കണം. ക്രമേണ നമ്മുടെ ഒരു ഹിന്ദു മാനുവലായിട്ട്, ഹിന്ദു ഒരു
സ്പിരിച്വൽ ടെക്സ്റ്റായി ഏത് മാറണം? ഭഗവത്ഗീതയൊക്കെ മാറണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹിന്ദു ഡിക്ഷണറിയാണ് ഗീത. ഒരു ഹിന്ദു ഡിക്ഷണറിയാണ് ഏത്? പറയൂ. അപ്പൊ നമുക്കൊരു വേർഡിന്റെ മീനിങ് അറിയില്ലെങ്കിൽ നമ്മൾ എന്തിൽ നോക്കണം? ഡിക്ഷണറി എടുത്ത് നോക്കുന്ന പോലെ ഹിന്ദു സംസ്കൃതിയെ കുറിച്ച് അറിയാനുള്ള ഒരു ഡിക്ഷണറിയാണ് ഭഗവത്ഗീത. ഇതൊക്കെ നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടിയിരുന്നു. പക്ഷെ ഇവിടെ കൊണ്ടോ ഭഗവത്ഗീതയുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? എന്ത് ഗീത? ഞാനൊരു സ്ഥലത്ത് ചോദിച്ചു, ഗീത കൊണ്ടുവന്നിട്ടോ എന്ന്. അവക്ക് സുഖല്യ സ്വാമി എന്ന്. ആലോചിച്ചു ഹിന്ദുക്കളുടെ അവസ്ഥ. അപ്പൊ ഗീതയ്ക്ക് സുഖല്യ അത്ര, അതുകൊണ്ട് ഗീത വന്നില്ല, ഗീത കൊണ്ടുവന്നില്ല. ഈ രീതിയിലാണ് നമ്മൾ ഗീതയെ കാണുന്നത്. അമ്മായിയുടെ മകളായിട്ടും ചേട്ടത്തമ്മയിലൊക്കെയാണ് ആരെ കാണുന്നത്? ആരെ കാണുന്നത്? ഭഗവത്ഗീതയെ കാണാം. നിൽക്കട്ടെ. ഏതായാലും ഭാഗവതം എന്നത് ഒരു വലിയ ഡെപ്തുള്ളൊരു ബുക്കാണ്. നമ്മുടെ ഋഷിവര്യന്മാരെ തൊഴുതുപോകും. കാരണം അത്രയും അന്തർദൃഷ്ടി അവർക്കുണ്ടായിരുന്നു. ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച് ശാസ്ത്രലോകം കണ്ടതിന് മുമ്പ് അല്ലെങ്കിൽ പഠിച്ചതിന് മുമ്പ് തന്നെ ഭാരതീയർക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലേക്ക് തിരിച്ചു. അപ്പൊ നിങ്ങൾ 6-ാം സ്കന്ധത്തിലാണ്. പഞ്ചമസ്കന്ധത്തില് 16-ാമത്തെ എടുക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞത്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പലതും സയൻസ്, ഞാൻ പറയണ ഭൗതിക സയൻസ്, നമ്മൾ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും ഭാരത ഋഷിവര്യന്മാർ മുമ്പ് തന്നെ കണ്ട കാര്യമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഋഷിവര്യന്മാരോടുള്ള ഒരു ബഹുമാനം വളരെ കൂടുമായിരുന്നു. 16-ാം അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത് തന്നെ ഭൂഗോള വർണ്ണന എന്നാണ്. എന്താണ്? ഏത് വർണ്ണന? ഇപ്പൊ നോക്കൂ, ഈ ഗ്രന്ഥം എഴുതിയിട്ട് എത്ര വർഷമായി എന്നാണ് വെച്ചിരിക്കുന്നത്? 5000-ത്തിലധികം വർഷം. അന്ന് ഭൗതിക സയൻസ് ഒന്നും എവിടെയും ഇല്ല. ഇതൊക്കെ ഇപ്പോഴത്തെ നമ്മളെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണിയും സുവോളജിയും അനാട്ടമിയും ഒക്കെ വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 1000 വർഷം, 1500 വർഷമേ ആയിട്ടുള്ളൂ. അതിലധികമായിട്ടില്ല. ഇപ്പൊ 1000 വർഷത്തിന്റെ ഡെവലപ്മെന്റ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ സയൻസ് പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഭാഗവതമോ എത്ര വർഷം? അപ്പം ഈ ഭാഗവതം രചിച്ച് 3000 വർഷം കഴിഞ്ഞിട്ടാണ് ഭൗതിക സയൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്താൻ തുടങ്ങി. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സ്കൂളുകളിലൊക്കെ ഗലീലിയോ എന്നൊരു ശാസ്ത്രജ്ഞൻ ടെലസ്കോപ്പ് കണ്ടെത്തി അങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന്. എന്നാൽ ഈ ശ്ലോകം ഒന്ന് നമുക്ക് വായിക്കാം. ഭാഗവതത്തിലെ 16-ാം അധ്യായത്തില് എനിക്കൊന്ന് ഭൂമിയുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക. ഋഷി ഉരുവാച 4-ാമത്തെ ശ്ലോകം കാണുന്നുണ്ടല്ലോ. നവൈ മഹാരാജ ഭഗവതോ മായാഗുണ വിഭൂതേ കാഷ്ടാം മനസാവജസാവാദിഗന്ധുമലം വിബുധായുഷാവി പുരുഷത്തസ്മാത് പ്രാധാന്യേനൈവ ഭൂഗോള വിശേഷം നാമരൂപലക്ഷണതോ വ്യാഖ്യാസ്യാമ. എന്താ പറയുന്നത്? ഭൂഗോള വിശേഷം എന്നാ പറയുന്നത്. ഞാൻ ഭൂഗോള വിശേഷം വ്യാഖ്യാസ്യാമ, ഭൂഗോള വിശേഷത്തെ അങ്ങക്ക് വ്യാഖ്യാനിച്ചു തരാം. ആ വാക്ക് തന്നെ നിങ്ങൾ നോക്കൂ, ഭൂഗോള വിശേഷം. അപ്പൊ നമ്മുടെ ഋഷിവര്യന്മാർക്ക് 5000 വർഷം മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്ത്? ഭൂമി ഉരുണ്ടതാണെന്ന്. ഒരു ടെലസ്കോപ്പും ഇല്ലാതെ തന്നെ അന്തർദൃഷ്ടി കൊണ്ട് പ്രപഞ്ച വ്യവസ്ഥയെ മുഴുവൻ അവര് പറയൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്കൂളിൽ പറയാമായിരുന്നു, ഇത് ഗലീലിയോ അല്ല കണ്ടെത്തിയത്, ഭാരതത്തിലെ ഋഷി കണ്ടെത്തിയിട്ടുണ്ട്.
കാരണം ഭാഗവതത്തിൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭൂഗോള വർണ്ണന ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്രകാരം ഉള്ള ഭൂമിയുടെ ആ വർണ്ണനകൾ പറഞ്ഞിട്ട് പറയുന്നു. ഇനി ശ്രദ്ധിക്കണേ, ഓരോ ഭാഗങ്ങൾ ഞാൻ പറയുന്നത്. ഈ ഭൂഗോള വർണ്ണനയെക്കുറിച്ച് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശ്യം എന്താണ്? ഇതൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ ജീവിതത്തിൽ എന്താണ് നേടേണ്ടതെന്ന് അറിയാതെ പോകും. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത്, കാരണം എൻ്റെ സമയത്തിന്റെ കുറവ് കാരണം. 18-ാമത്തെ എടുക്കുക വീണ്ടും, അല്ല 18-ാമത്തെ എടുക്കുക. അടുത്തത് ഞാൻ ചില ശ്ലോകങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. 5-ാം സ്കന്ധത്തിൽ നിൽക്കണം, നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ 15-ൽ 4-ാം ശ്ലോകം, 15-ൽ 4-ാം ശ്ലോകം, സോറി 15-ല്ല 18-ല്, 5-ാം സ്കന്ധം 18-ൽ 4-ാം ശ്ലോകം, 5-ൽ 18-ൽ 4-ാം ശ്ലോകം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ അവിടെ പറയുന്നത്? വദന്തി വിശ്വം കവയ സ്മ നശ്വരം. എന്താ പറയണത്? കവയവ, കവികൾ പറയുന്നു. കവികൾ എന്ന് പറഞ്ഞാൽ ക്രാന്തദർശികൾ പറയുന്നു, വിശ്വം നശ്വരം. വിശ്വം നശ്വരമാണ്. നശ്വരം എന്ന വാക്കിന്റെ അർത്ഥം നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും വിശ്വം, പ്രപഞ്ചം എന്ന വാക്ക് പറയുമ്പോൾ വദന്തി വിശ്വം കവയസ്മ നശ്വരം പശ്യന്തി ച അധ്യാത്മവിദോ വിപശ്ചിത തഥാപി മുഹ്യന്തി തവാജമായ സുവിസ്മിതം കൃത്യമജം നതോസ്മിതം. എന്താ പറയുന്നത്? ഈ വിശ്വം നശ്യന്തി. അപ്പൊ വിശ്വം എന്ന് പറയുമ്പോൾ, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ, വിശ്വം എന്നുള്ള വാക്കിന് അർത്ഥം കാണുന്നത്. എന്താണ്? നമ്മൾ കാണുന്ന. അപ്പൊ വിശ്വം എന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കുന്ന ആകാശമോ അതിലുള്ള നക്ഷത്രമോ ഒന്നുമല്ല. നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിശ്വമാണ്. കാരണം കാണുന്നത്, വിശ്വത്തിന്റെ ഭാഗമായതെല്ലാം വിശ്വമാണ്. ഇതെല്ലാം കാലചക്രത്തിൽപ്പെട്ടതാണ്. ഇതിൽ ലോകവും കാലവും, ലോകവും കാലവും. അപ്പൊ എന്താ കാലത്തിന്റെ പ്രത്യേകത? ഞാൻ ഇനി ആവർത്തിക്കണ്ടല്ലോ. എന്താണ്? എല്ലാം വികസിച്ച്, അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ പിടിച്ചു നിർത്താൻ അവർക്ക് പറയൂ സാധ്യത. ഇത് ഋഷിവര്യന്മാര് നേരത്തെ കണ്ടു. ഈ പ്രപഞ്ചത്തിൽ ഒരു ബന്ധമുണ്ടാക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അപ്പൊ 3 കാര്യം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ശരീരം, ബന്ധങ്ങൾ, നമ്മുടെ വസ്തുക്കൾ. ഇതിനെ പറയുന്ന പേരാണ് ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക താപം. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കൾ. അതിൽ മനസ്സ് വെച്ച് ജീവിച്ചാൽ ദുഃഖിക്കണം, കരയണം. വീടും പറമ്പും എന്നും നമുക്ക് പിടിച്ചു വെക്കാൻ പറയൂ സാധ്യമല്ല. കാരണം അത് പ്രകൃതിയുടെ കയ്യിലുള്ളതാണ്. പ്രകൃതിക്ക് എപ്പം വേണമെങ്കിലും ഇതിന്റെ താളക്രമം മാറ്റിമറിക്കാൻ പറയൂ സാധിക്കും. ബന്ധങ്ങളും പ്രകൃതിയുടെ ഭാഗമാണ്. അതിനെ ആദിദൈവികം എന്ന് പറയും. അതും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരർത്ഥം ശരീരം എന്നുള്ളതാണ്. അതും നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം അതും കാലചക്രത്തിൽപ്പെട്ടതാണ്. അപ്പൊ കാലചക്രത്തിൽപ്പെട്ടതിനെ പിടിച്ചു വെക്കാൻ പോയാൽ മാനസികമായി ദുരിതങ്ങളൊക്കെ പറയൂ അനുഭവിക്കണം. കാരണം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒന്നാണ് കാലം. കാലം എപ്പോഴും അത് വികസിച്ചും സങ്കോചിച്ചും അങ്ങനെ പോകുന്നതാണ്. മനസ്സിലാവുണ്ടോ? അപ്പം എന്തിനെ പിടിക്കണം? എന്താണ് നമ്മൾ ശരിക്കും പിടിക്കേണ്ടത്? അതിനാണ് നമ്മൾ അടുത്ത 18-ാമത്തെ 18-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം. അത് ബൈഹാർട്ട് പഠിക്കണം നിങ്ങൾ. ശരിക്കും ആരെയാണ് നമ്മൾ പിടിക്കേണ്ടത്? എന്താണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്?
ഹരീഹി സാക്ഷാൽ ഭഗവൻ ശരീരിണം. ചൊല്ലു. ഹരീഹി സാക്ഷാൽ ഭഗവൻ ശരീരിണം ആത്മാ ചഷാണാമിവതോയമിപ്സിതം ഹിത്വാ മഹത്വം. കാണുന്നുണ്ടോ ശ്ലോകം? ഹിത്വാ മഹത്വം യദി സജ്ജതേ ഗൃഹേ യഥാ മഹത്വം വയസാ ദമ്പതീനം. ആരെയാ പിടിക്കേണ്ടത്? ഹരി. ആരാണ് ഹരി? ഭഗവാൻ. എവിടെയാണ് ഈ ഭഗവാൻ? ആത്മാ ശരീരിനാം ആത്മാ. അപ്പൊ ഭഗവാൻ ആരാണ്? ഭഗവാൻ ആത്മാവാണ്. ആരാണ് ഈശ്വരൻ? ആത്മാവാണ്. ആത്മാവായ ഈശ്വരൻ മാത്രമാണ് സത്യം. മനസ്സിലാവുണ്ടോ നിനക്ക്? അപ്പൊ ആത്മാവായ ഈശ്വരനെ പിടിക്കണം. അതിന് പിടിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. ആ മനസ്സിന്റെ പ്രത്യേകത എന്താണ്? ഏതുപോലെയാണ് ആ മനസ്സ്? ശഷാണാം ഇവത്തോയം. ശഷം എന്ന് പറഞ്ഞാൽ മത്സ്യം. വെള്ളത്തിലുള്ള മത്സ്യം പോലെയാണ് മനസ്സ്. എവിടെയുള്ള മത്സ്യം? വെള്ളത്തിൽ. എന്താണ് വെള്ളത്തിലുള്ള മത്സ്യത്തിന് പ്രത്യേകത? അതിനെപ്പോഴും എങ്ങോട്ട് പോവാനുമുള്ളൊരു, വെള്ളത്തിൽ എങ്ങോട്ട് പോവാനുമുള്ളൊരു, അവർക്ക് പറയൂ, സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്വതന്ത്രമായ ബോധത്തിൽ, ശ്രദ്ധിക്കണം, സ്വതന്ത്രമായ ബോധത്തിൽ അതിൻ്റെ ഒരു അംശമായി നിൽക്കുന്ന മനസ്സിനും എന്തും പിടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്തും നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എന്താ കാരണം? നമ്മൾ ബന്ധങ്ങളെ കയറി പിടിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലൗകികമായ കുറെ കാര്യങ്ങളെ കയറി പിടിക്കുകയാണ്. ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെ വരുന്നില്ല. അപ്പൊ നമുക്ക് ദുഃഖങ്ങളായി, വിഷമങ്ങളായി, വേദനകളായി. എന്നാൽ അല്പമൊരു സമയം അതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിനെ മോചിപ്പിച്ച് കുറച്ചു നേരം നാമജപത്തിലൊക്കെ മുഴുകി, അതും പിടിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ. അതിനും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഇല്ല? എല്ലാം ഒരു മാറ്റിവെച്ച് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ കണ്ണടച്ച് ഇരുന്ന് ജപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? അത് ചെയ്യില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യില്ല. കാരണം നമ്മൾ ദൈവം എന്ന് വെച്ചിരിക്കുന്നത് ഒരു വിഗ്രഹമായിട്ടാണ്. എന്നാൽ ഭാഗവതം അവതരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് ദൈവം ഒരു വിഗ്രഹം എന്നുള്ള രീതിയിലല്ല. ഭഗവാൻ ആത്മാ ശരീരിനാം ആത്മാ. എങ്ങനെ മനസ്സിലായി ഭഗവാൻ ആത്മാവാണെന്ന്? മനസ്സ് സ്വതന്ത്രമാണെങ്കിൽ, മത്സ്യം സ്വതന്ത്രമാണെങ്കിൽ, ആ സ്വാതന്ത്ര്യം മത്സ്യത്തിന് കിട്ടുന്നത് ഏതിൽ നിന്നാണ്? പറയൂ. മത്സ്യം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കാരണം വെള്ളമാണ്. വെള്ളം അത് ലിക്വിഡ് ആയതുകൊണ്ടാണ്. അത് സോളിഡ് ആണെങ്കിൽ അതിനൊരിക്കലും സഞ്ചരിക്കാൻ പറ്റില്ല. അത് നമുക്കിവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഹിമാലയൻ സൈഡുകളിലൊക്കെ, ഹിമാലയൻ ഭാഗത്തൊക്കെ, ഈവൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ വെള്ളം ഐസാവും തണുപ്പ് കാലത്ത്. അപ്പൊ ഈ ഐസിനകത്തും മത്സ്യം ജീവിക്കും. അതിനെ സർവൈവ് ചെയ്യാൻ അങ്ങനത്തെ മത്സ്യങ്ങളുണ്ട്. ഐസിലും സർവൈവ് ചെയ്യുന്ന മത്സ്യങ്ങൾ. മനസ്സിലായില്ലേ? കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ. അതിൽ വലിയ മത്സ്യമുണ്ട്. അത് ആ ഫ്രോസൺ ഐസിൽ അങ്ങനെ കിടക്കും. അത് മനസ്സിലായില്ലേ? ഐസിന്റെ അകത്ത് ആലോചിച്ചു. അതിൻ്റെ അകത്ത് ഘോര തണുപ്പിലും അതിന്റെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ ആ ചൂട് നിലനിർത്തുന്ന ഒരു ബോധം അതിലുണ്ടാവണ്ടേ? ആ മത്സ്യത്തിൽ ഉണ്ടാവണ്ടേ? വേണോ വേണ്ടയോ? എന്തൊരു അത്ഭുതമാണ്. ഈ കടലിലെ മത്സ്യം ഉണ്ടല്ലോ, കടല് നല്ല ഉപ്പ്, എന്നാൽ ഒരു തരി ഉപ്പിന്റെ അംശം
ആ മത്സ്യത്തിന്റെ ശരീരത്തിൽ പിടിക്കില്ല. എന്നാൽ എപ്പോ ജീവൻ പോയോ ആ ശരീരത്തിലേക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ശരീരത്തിൽ ഉപ്പ് പിടിക്കില്ല ജീവനുള്ളിടത്തോളം കാലം. എവിടെയാ കിടക്കുന്നത്? കടുത്ത ഉപ്പില്. അത്ഭുതമല്ലേ ഇത്? അല്ലേ? അത് ഉപ്പുവെള്ള കുടിക്കുന്നത്. എന്നാലും അതിന്റെ ദേഹത്ത് ഏത് പിടിക്കില്ല? ഉപ്പ് കയറി പിടിക്കില്ല. എന്നാൽ ജീവൻ പോകുന്നതോടെ അതിന്റെ ശരീരത്തിൽ ഉപ്പ് കയറി പിടിച്ചു. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ കടുത്ത ഉപ്പ് വെള്ളത്തിലും ആ ഉപ്പ് കയറി പിടിക്കാതെ അതിനെ നിലനിർത്തുന്ന ആ ബോധത്തിന്റെ ശക്തി, വൈഭവം, അത്ഭുതല്ലേ? മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കിത് അറിയില്ലെന്ന്. ഞാനൊരു കടൽ തീരത്തൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ മുക്കുവനാണ് എനിക്ക് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ തൃപ്പയാറിനടുത്തൊരു പ്രോഗ്രാം നടത്തി. അന്നാണ് എന്റെ കണ്ണ് തുറന്നത്. ഓ ഭഗവാനെ, ഇത്രയും അത്ഭുതമുണ്ടോ! അതുവരെ എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. അന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയോ? അതൊരു അത്ഭുതം തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിന്റെ സ്വാതന്ത്ര്യമാണ് മത്സ്യത്തിന്റെ സ്വാതന്ത്ര്യം. ഇതുപോലെ മനസ്സിന് സ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി? അതാണ് നിങ്ങൾ കൂടെ കണക്ട് ചെയ്യണം. അത് പറയാനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. മത്സ്യത്തിന്റെ കഥ പറയുന്നത്. ഈ മനസ്സിന് സ്വാതന്ത്ര്യം എവിടുന്നാ കിട്ടുന്നത്? ചിന്തിക്കൂ, ശരീരത്തിൽ നിന്നാണോ കിട്ടുന്നത്? നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. ശരീരത്തിൽ നിന്നാണോ കിട്ടുന്നത്? ആണോ? അല്ല. മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സ് അവിടെ വരുന്നില്ലേ? നിങ്ങളുടെ മനസ്സ് ഇവിടേക്ക് വരുന്നില്ലേ? ഉണ്ടോ? ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ് പെരുമ്പാവൂർ ടൗണിൽ കൂടെ പോകുന്നു. ആ ബസ്സിനകത്തും നിങ്ങളിലും നിങ്ങളുടെ മനസ്സ് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? കണ്ട കടയിലൊക്കെ കയറുണ്ടോ? കയറുന്നുണ്ടോ? ഇല്ല. തുണിക്കടയിലൊക്കെ ബസ് പതുക്കെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ തുണിക്കടയിലൊക്കെ കയറി നോക്കുവോ? നോക്കും. വല്ല ഹോട്ടലും ഉണ്ടെങ്കിൽ അവിടെയും കയറുവോ? നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടുള്ള ഹോട്ടലൊക്കെ ആയിരിക്കാം. എന്നാലും ഉള്ളിൽ കയറില്ലേ? ഇല്ല. കണ്ണ്, നിങ്ങളുടെ മനസ്സ് ഹോട്ടലിന്റെ അകത്തേക്ക് എത്തില്ല. നുണ പറയരുത്. എത്തും. വല്ലവൻ അവിടെ ഭക്ഷണം കഴിക്കണ്ടേ വായും പൊളിച്ച് നോക്കില്ലേ? അതില് അതും നോക്കും. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ ഫ്രീഡം എവിടെ നിന്ന് കിട്ടി മനസ്സിന്? അതാണ് ഞാൻ നിങ്ങൾ പഠിക്കാത്തത്. ഇത് മനസ്സിന്റെ ഫ്രീഡം അല്ല, ഇത് ബോധത്തിന്റെ ഫ്രീഡമാണ്. അതിലാണ് ഈ മനസ്സ് കടന്ന് കളിക്കുന്നത്. ഏതുപോലെ? വെള്ളത്തിൽ മത്സ്യം കളിക്കുന്ന പോലെ. ഇതൊരു അത്ഭുതമാണ്. നോക്കൂ നിങ്ങൾ. പക്ഷെ നമ്മൾ ഹരിയിലാണ്, ഭഗവാനിലാണ്, ബോധത്തിലാണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. മനസ്സിലാവുണ്ടോ? ഏതുപോലെ? മത്സ്യത്തിന് അറിയുന്നില്ല ഞാൻ വെള്ളത്തിലാണെന്ന്. അതെപ്പോഴാ അറിയാ? അതിനെ കരയിലേക്കിടുമ്പോഴാണ്, പെടയുമ്പോഴാണ്, ജീവൻ പോകുമ്പോഴാണ് അതിന് മനസ്സിലായത്, ഞാൻ വെള്ളത്തിലായിരുന്നു ഇത്രയും കാലം, ഇപ്പോഴെന്റെ ജീവൻ പോകുന്നു. അല്ലേ? കരയിലേക്ക് ഇട്ട് എന്താ ചെയ്യ? അത് കടന്ന് ജീവന് വേണ്ടി പെടയും. അല്ലേ? ഇത് നമ്മൾ അറിയുന്നില്ല. സാക്ഷാൽ ഭഗവാനിലാണ് എൻ്റെ മനസ്സ് നിൽക്കുന്നതെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. എപ്പോഴും ഓർത്തോളം ഈ ശ്ലോകം 15-ാം അധ്യായം ഗീതയില് 8-ാം ശ്ലോകം. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകമൊക്കെ ഒന്ന് രാവിലെ എണീറ്റ് ചൊല്ലുന്നത് നല്ലതാ. ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാ. അതുപോലെ ഹരി ഇപ്പൊ നമ്മൾ വായിച്ച ശ്ലോകം എന്താണ്? ആ ശ്ലോകം 7-ാമത്തെ ശ്ലോകം 15-7 മമൈവ അംശോ ജീവലോകേ
മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവ അംശോ ജീവലോകേ, എല്ലാ ജീവാത്മാക്കളും ഭഗവാൻ പറയുന്നു എന്റെ, അവർക്ക് പറയൂ, അംശമാണ്. അപ്പൊ നമ്മൾ ഈ ശരീരത്തിന്റെ ഭാഗമാണോ? ആണോ? നിങ്ങൾ വീട്ടുകാരന്റെ ഒരു ഭാഗമാണോ? ഭർത്താവിന്റെ ഒരു ഭാഗമാണോ? ഭാര്യയുടെ ഒരു ഭാഗമാണോ? മക്കളുടെ ഒരു ഭാഗമാണോ? അല്ല. ഞാൻ പൂർണ്ണബോധത്തിന്റെ, സ്വതന്ത്ര ബോധത്തിന്റെ, അനന്തബോധത്തിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴെങ്കിലൊക്കെ ഈ ബോധം വേണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ അങ്ങനെ ആരാണോ ഇത് മനസ്സിലാക്കി, വീണ്ടും നമുക്ക് ഭാഗവതത്തിലേക്ക് പോവാം. ഹരീഹി സാക്ഷാൽ, നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ശ്ലോകം, ഹരീഹി സാക്ഷാൽ ഭഗവൻ ശരീരിണം ആത്മാചഷാണം ഇവ തോയമിപ്സിതം. ഈ വരി മറക്കരുത്. ഹിത്വാ മഹത്വം യതി സജ്ജതേ ഗൃഹേ, ഹിത്വാ, ഇത് മറന്നിട്ട് വീട്ടിൽ സജ്ജതേ, വീട്ടിൽ സജ്ജതേ, സജ്ജതേ എന്ന് പറഞ്ഞാൽ വീട്ടില് മുഴുകിച്ചേർന്ന് ലൗകിക ജീവിതത്തിൽ മുഴുകിയിട്ട് ഭാര്യയും ഭർത്താവും മക്കളും. കണ്ണൂർക്കാര് പറയും ഞാൻ എന്റെ കെട്ടിയോളോ ഓളോ കുട്ടിയോളോ എന്നും. ഈ ഞാനും കെട്ടിയോളും കുട്ടിയോളും ആയിട്ടിരുന്നാൽ, അതിൽ മാത്രം ജീവിതം വെച്ചാൽ എന്ത് മഹത്വം ജീവിതത്തിന്, എന്ത് മഹത്വം. വയസാദമ്പതീനാം, കുറെ കഴിഞ്ഞാൽ മോരടിച്ച് വയസ്സായി ചത്തുപോവാം. ജീവിതത്തിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ജീവിതം അങ്ങനെ ചത്തുപോവാനുള്ളതല്ല, ജീവിതം പൂർണ്ണത കൈവരിക്കാനുള്ളതാണ്. മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? എന്തിനാ നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? ആ മന്ത്രങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പൂർണ്ണമത, പൂർണ്ണത കൈവരിക്കാൻ. അപ്പൊ അതിന് എന്ത് വേണം? ഞാനിപ്പോൾ നിൽക്കുന്ന ബോധ മനസ്സിൽ നിന്നും, ഉപബോധ മനസ്സിൽ നിന്നും, അബോധ മനസ്സിൽ നിന്നൊക്കെ ഞാൻ അവബോധത്തിലേക്കും പൂർണ്ണബോധത്തിലേക്കും ഞാൻ പടിപടിയായി ഉണരണം, ഉയരണം, വളരണം. അതിന് ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഈ ബോധമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. എങ്കിൽ ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിനാം ആത്മാചഷാണാം. ആരിലേക്ക് എത്തിച്ചേരാം? ഹരിയിലേക്ക് എത്തിച്ചേരാം. മനസ്സിലാവുണ്ടോ? ഈ പറയുന്നതൊക്കെ കേറുന്നുണ്ടോ തലയില്? മനസ്സിലാവുണ്ടോ? എത്ര നല്ലൊരു ജീവിതമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് നോക്കൂ. ഇതിനെയാണ് പലരും കളഞ്ഞു കുളിച്ച് ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. അപ്പൊ ഇത് ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരികയാണ് 22-ാം അധ്യായത്തിൽ. ഇതൊക്കെ ഒരു ഗംഭീരമായ അധ്യായങ്ങളാണ്, പഠിക്കേണ്ട ഒരു അധ്യായമാണ്. 22-ാം അധ്യായം ഭാഗവതാണ്, പഞ്ചമസ്കന്ധം. ഞാൻ പറഞ്ഞു നിങ്ങളോട് 22-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. അവിടെ ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച് ഋഷിവര്യന്മാർക്കുള്ള ഉൾക്കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് നമ്മൾ ആധുനിക ഫിസിക്സ് ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഋഷിവര്യന്മാരോടുള്ള മതിപ്പ് കൂടുമായിരുന്നു. നോക്കാം. ഞാൻ വായിക്കുന്നത് 2-ാം ശ്ലോകം, 5-ാം സ്കന്ധത്തിലെ 22-ാമത്തെ. യഥാ കുലാലചക്രേണ, കണ്ടോ? കാണുന്നുണ്ടോ? യഥാ കുലാലചക്രേണ ഭ്രമത സഹഭ്രമതാം തദാശ്രയാണാം പിപീലികാദീനാം ഗതി അന്യവ പ്രദേശാന്തരേഷു ഉപലഭ്യമാനത്വാദേവം നക്ഷത്രരാശിഭി ഉപലക്ഷിതേന കാലചക്രേണ ധ്രുവം മേരും ച പ്രദക്ഷിണേന പരിധാവത സഹപരിധാവമാനാനാം തദാശ്രയാണാം സൂര്യാദീനാം ഗ്രഹാണാം ഗതി അന്യേവ നക്ഷത്രാന്തരേ രാശ്യന്തരേ ച ഉപലഭ്യമാനത്ത്. ഇതാണ് ശ്ലോകം. ഇതാണ് ശ്ലോകം. ഈ പ്രപഞ്ച വ്യവസ്ഥ, ഈ പ്രപഞ്ച വ്യവസ്ഥ ഇതുപോലെയാണത്. കുലാലചക്രേണ, കുലാലചക്രം എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങക്ക്? കുലാലൻ എന്ന് പറഞ്ഞാൽ കുശവൻ എന്നർത്ഥം. ആരാ കുശവന്മാര്?
മൺകുട ഉണ്ടാക്കുന്നവര്. ഈ മൺകുട ഉണ്ടാക്കണമെങ്കിൽ ആ കളിമണ്ണ് അങ്ങനെ കറങ്ങുന്ന ഒരു ചക്രത്തിൽ വെക്കുമ്പോഴാണ് അതങ്ങനെ കറങ്ങി കറങ്ങി കൈകൊണ്ട് ഷെയ്പ്പാക്കി കുടങ്ങൾ ഉണ്ടാക്കുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇപ്പോഴും നോർത്തിലൊക്കെ പോയ കപ്പ്, ചായ കപ്പൊക്കെ അവര് ഇങ്ങനെ കപ്പ് ഉണ്ടാക്കുന്നു. നോർത്തിലൊക്കെ മൺകപ്പുകളിൽ ചായ കിട്ടും, അറിയോ? ഒരു ഗുള്ളർ ചായ എന്ന് പറയുന്നത്, ഗുള്ളർ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ചായയുണ്ട്, ഗുള്ളർ ചായ. മൺകപ്പിൽ ചായ തരും. അപ്പോ ഈ മൺകപ്പൊക്കെ ഇങ്ങനെ ചക്രത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഉണ്ടാക്കും. അപ്പം ഈ ചക്രം എപ്പോഴും എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടിരിക്കും. പ്രപഞ്ചം ഒരു ഭ്രമതാം, കറങ്ങുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ സയൻസ് പോലും തെറ്റിദ്ധരിച്ചത് യൂണിവേഴ്സ് ഇസ് എ സ്റ്റാറ്റിക് എന്നുള്ളതാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫ്ലെക്സ് എന്ന്. ഈ പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് അല്ല, ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക. ഭൂമി മാത്രല്ല, ഈവൻ സ്പേസ് എക്സ്പാൻഡ് എന്നാണ്. നമ്മളിരിക്കുന്ന അന്തരീക്ഷം പോലും അതും വികസിച്ചു കൊണ്ടിരിക്കേണ്ടതെന്നാണ്. മനസ്സിലായില്ലേ? ഒന്നും ഇവിടെ ചലിക്കാത്തതായി ഇവിടെ ഒന്നും ഇല്ല. എന്നാൽ ഒന്നുണ്ട് ചലിക്കാത്തത്. ഏത്? നിരീക്ഷകബോധം. ഏത്? നിരീക്ഷകനായ ബോധം ചലിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ചലനത്തെ നമുക്ക് നിരീക്ഷിക്കാൻ കൂടെ വന്നില്ലേ എന്നേള് നമുക്ക് സാധിക്കുന്നത്. മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണം നിങ്ങൾക്ക്. അതായത് ഒരു വസ്തുവിന്റെ ചലനം നമുക്ക് അളക്കണമെങ്കിൽ, ഒരു അളവ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കവും നമ്മൾ കാണണം, അവസാനവും കാണണം. ഇപ്പൊ സൂര്യ ഉദയവും നമ്മൾ കാണണം, സൂര്യ അസ്തമയവും നമ്മൾ കാണണം. ഇപ്പൊ സൂര്യാസ്തമയം കാണാനും സൂര്യ ഉദയം കാണാനൊക്കെ വ്യാപ്തിയും വിസ്തൃതിയും ഉള്ളൊരു ബോധമണ്ഡലം ആർക്കുണ്ട്? കൂടെ വന്നില്ലേ? നിങ്ങൾ മനസ്സിലായില്ല? ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോധം ആർക്കുണ്ട്? നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കൃത്യതയോടെ അളക്കാൻ സാധിക്കുന്നത്. അപ്പൊ ബോധത്തിന് എല്ലാറ്റിനെയും കാണാനുള്ളൊരു കഴിവുണ്ട്. അപ്പൊ ബോധത്തിന്റെ വ്യാപ്തി പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയേക്കാൾ വാസ്തവത്തിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മളത് ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വ്യാപ്തിയെക്കുറിച്ച് ശരിക്കും അറിയുന്നില്ല. നമ്മൾ ഈ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചു പോയി. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ കാര്യവും നിങ്ങൾക്ക് എങ്ങനെയാ അറിയുക? ഇപ്പൊ നമുക്ക് ശരീരത്തിന് വയറിനൊരു വേദന വന്നു, എങ്ങനെയാ നിങ്ങൾ അറിയുന്നത്? നിങ്ങളുടെ ബോധത്തിന് അത് അറിയാൻ കഴിയുന്നുണ്ടാണ്. ആണോ? പറയൂ. അപ്പൊ ഈ ബോധത്തിന് ഇതെല്ലാം അറിയാനുള്ള ഒരു കഴിവുള്ളതിന് കാരണം ബോധം എല്ലായിടത്തും എത്തി നിൽക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതെല്ലായിടത്തും എത്തി നിൽക്കുന്നത് കൊണ്ടാണ്. ആകാശത്തില് ഇപ്പൊ നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, പക്ഷെ സ്പേസ് സ്റ്റേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഇടയ്ക്ക് സുധാംശു ശുക്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയിരുന്നു. സ്പേസ് സ്റ്റേഷൻ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലേ? അവർക്ക് അവിടെ ഇരുന്ന് ഒരു ദിവസം അനവധി സൂര്യോദയവും അനവധി സൂര്യാസ്തമയം കാണും. നമ്മൾ ഒരു സൂര്യോദയം സൂര്യാസ്തമയല്ലേ കാണുന്നത്? അവർക്ക് കാര്യം ഈ സ്പേസ് സ്റ്റേഷൻ അങ്ങനെ ഭൂമിക്ക് മുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൂമിക്ക് മുകളിലൂടെ കറങ്ങുമ്പോൾ ഒരു സൂര്യോദയം കഴിയുമ്പോഴേക്കും മറ്റൊരു സൂര്യാസ്തമയം കഴിഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 12-13 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോ ഇവിടുന്ന് കാലത്ത് ഏർലി മോർണിംഗ് പുറപ്പെട്ടാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു ഇരുട്ട് കഴിഞ്ഞു, അവിടെ നേരം വെളിച്ചായി. ഇവിടുന്ന് രാവിലെ പുറപ്പെട്ട ആൾ അവിടെ എത്തുമ്പോഴേക്കും
രാവിലെയാണ്, അവിടെ രാത്രിയല്ല, അവിടെയും കാലത്താണ് എത്തുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്ത്? അത് ഇന്നലെ എത്തുന്നത്. ഇവിടുന്ന് ഇന്ന് പോയാൽ, ഇവിടുന്ന് ഇന്ന് അമേരിക്കക്ക് പോയാൽ അവിടെ എത്തുമ്പോ ഇന്നലെ അവിടെ എത്തും. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വട്ടാന്ന് പറയും. മനസ്സിലായില്ലേ? അവർക്ക് ഇന്നാവണമെങ്കിൽ ആ ഒരു ദിവസം കഴിയണം. മനസ്സിലാവുണ്ടോ? അവർക്ക് ആ ഒരു സമയം കഴിഞ്ഞാലാണ് നാളേക്കാവുന്നത്, പിറ്റേ ദിവസമാവുന്നത്. അപ്പോഴേക്കും ഇവിടെ ഒരു ദിവസം കഴിഞ്ഞു, നമ്മൾ അടുത്ത ദിവസത്തേക്ക് പോയി. അപ്പൊ നമ്മൾ അവരെക്കാളും ഒരു ദിവസം മുന്നിലാണ്. ഇവിടെ നമ്മൾ വെള്ളിയാഴ്ചയാകുമ്പം അവിടെ വ്യാഴാഴ്ചയാവണം. മനസ്സിലാവുണ്ടല്ലോ? അപ്പോ ആ അന്താരാഷ്ട്ര സ്റ്റേഷനിൽ ഇരുന്ന് ഒരുപാട് സൂര്യാസ്തമയങ്ങൾ കാണാൻ സാധിക്കുന്നതിന് കാരണം ഒരു ഉദയവും അസ്തമയം കാണാനുള്ള കഴിവ് ആ ബോധമണ്ഡലത്തിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ബോധത്തിന്റെ വ്യാപ്തി എത്രയാണ്! അളക്കാൻ പറ്റാത്തൊരു ബോധത്തിലിരുന്നു കൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ ചലന വ്യവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ പ്രപഞ്ചം എപ്പോഴും ചലനാത്മകമാണ്. അതിനെ കാണുന്ന ബോധം ചലനത്തിനും അതീതമാണ്. അതെപ്പോഴും പൂർണ്ണവും നിശ്ചലവുമാണ്. അത് പൂർണ്ണവും നിശ്ചലമായൊരു ബോധമണ്ഡലം, പൂർണ്ണമായൊരു ബോധമണ്ഡലം. അങ്ങനെ ഒരു ബോധമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ ഓരോരുത്തരും കാണുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സ് ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവും. ഉറക്കത്തിലേക്ക് പോയാൽ നിങ്ങൾ നിശ്ചലമായി കഴിഞ്ഞു. ഒരു ചലനവും പിന്നെ നിങ്ങളുടെ മനസ്സിനില്ല. ഉണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു നിശ്ചലാവസ്ഥ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് നിശ്ചലതയിലേക്ക് പോകാൻ പറ്റുന്നത്. കൂടെ വന്നില്ല, അത് മനസ്സിലായില്ല. നിശ്ചലാവസ്ഥ ഉള്ളിൽ ഉള്ളത് കൊണ്ടല്ലേ നിശ്ചലതയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു നിശ്ചലാവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് നിശ്ചലതയിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പൊ ഉള്ളിൽ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടോ? ഉണ്ടോ? അത് ബോധപൂർവം പോകുമ്പോൾ അതിന്റെ പേരാണ് സമാധി. എന്താ പറയാ? മഹർഷി വര്യന്മാരൊക്കെ അങ്ങനെ സമാധിയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ആ ബോധത്തിൽ അങ്ങോട്ട് നിശ്ചലമായി തീർന്നു. സമയം പോകുന്നത് പോലും അവര് അറിയുന്നില്ല. ഇപ്പൊ രാത്രി ഉറക്കത്തിലൊക്കെ എന്താ നമ്മൾ സമയം പോകുന്നത് അറിയുന്നുണ്ടോ? കടന്നു അപ്പോഴേക്കും രാവിലെ അലാം അടിച്ചു, എണീക്കാറായി. നമ്മൾ പറയും സമയം പോയതൊട്ടും അറിഞ്ഞില്ല, എന്ന് പറഞ്ഞ പൂക്ക് പോയി. മനസ്സിലായില്ല? എന്തൊരു അത്ഭുതമല്ലേ ഇതൊക്കെ. പക്ഷെ ഈ പറയുന്നതൊക്കെ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ മനസ്സിനെ നമ്മളൊന്ന് പരിശീലിപ്പിക്കണം. അപ്പൊ പറയണം, നമ്മൾ ആരാണ്? ഈ കുലാലചക്രത്തിലിരിക്കുന്ന പിപീലിക. നമുക്ക് നല്ല ഉദാഹരണമാണ്. കാലചക്രേണ ഭ്രമതാം സഹഭ്രമതാം തദാശ്രയാണ പിപീലികാദീന ഗതി അന്യൈവ. മറക്കരുത് ഈ വാക്ക്. ഒരു ചക്രത്തിലിരിക്കുന്ന പിപീലിക. പിപീലിക പറഞ്ഞാൽ, പിപീലിക ആരാണ്? ഉറുമ്പ്. ഉറുമ്പിന്റെ ഗതി അന്യൈവ. എന്താ ഉറുമ്പിന്റെ ഗതി? ഉറുമ്പിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? ചക്രത്തിലിരിക്കുന്ന ഉറുമ്പ് വേണമെങ്കിൽ അതിന് ചക്രത്തോടൊപ്പം കറങ്ങാം, അല്ലെങ്കിൽ അതിന് ചക്രത്തിൽ നിന്നും പതുക്കെ 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 നടന്ന് അതിന് ചക്രത്തിൽ നിന്നും പുറത്തു കടക്കാം. ഇതുപോലെ ജീവിതത്തിന്റെ സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? ബോധത്തിൽ ബോധമുള്ളത് കൊണ്ട് സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ട്. അതിനെന്ത് വേണം? താനെ പുറത്തു കിടക്കുവോ? ഇപ്പോഴത്തെ ചക്രത്തിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കുടുംബചക്രത്തിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുരിത ചക്രത്തിന്റെ കൂടെ, കാലചക്രത്തിന്റെ കൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്ന് സ്വതന്ത്രമാവാൻ ആരെ പോലെ? ഒരു ഉറുമ്പിനെ പോലെ അതിന് പുറത്ത് കടക്കാൻ, ഈ മനസ്സിന് പുറത്ത് കടക്കാൻ സാധിക്കും. അപ്പൊ എന്ത് വേണം?
ഉറുമ്പ് പതുക്കെ 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 ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണത്. ഇപ്പൊ നിങ്ങള് ഒരുപാട് ഉറുമ്പ് വല്ല ഇതിലും പാത്രത്തിലൊക്കെ വന്ന് പാത്രത്തിൽ വല്ല ഉറുമ്പൊക്കെ വന്ന് പെട്ടാൽ ആ പാത്രത്തിന് അല്പം ഒരു ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ചെയ്യും. അപ്പൊ ആ ചൂട് അറിയാനും ഇത് അപകടമാണെന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആ ചൂടിൽ ചത്തുപോകും എന്നൊക്കെ ഒരു ചെറിയ തിരിച്ചറിവ് ആർക്കുണ്ട്? ഉറുമ്പിനുണ്ട്. അത് മനസ്സിലാക്കി അത് വേഗം ആ ചൂട് തട്ടുമ്പോ തന്നെ അതിൽ നിന്ന് പുറത്തു കടക്കുന്നു. മനസ്സിലായില്ലേ? എന്നാൽ ജീവിതത്തിന്റെ എത്ര ചൂട് തട്ടിയിട്ടും പുറത്തു കടക്കാത്ത ഒരു ഉറുമ്പാണ്, എത്ര അനുഭവം കിട്ടിയിട്ടും പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു ഉടുമ്പാണ്. ഉടുമ്പിനൊരു പ്രത്യേകത അവിടെ. ഉടുമ്പ് എന്നിട്ടൊരു സാധനമില്ലേ, ഉടുമ്പ് എവിടെങ്കിലും പിടിച്ചാ പിന്നെ പിടുത്തപ്പെടില്ല. അതുപോലൊരു ഉടുമ്പാണ് ഈ ഇരിക്കുന്നതെല്ലാം. വിടണ്ടേ പിടുത്തം, എന്നാലും വിടില്ല, ചത്താലും വിടില്ല. മനസ്സിലായില്ലേ? ഒരു കാരണവര് അദ്ദേഹത്തിന്റെ ആ അലമാര ഒരാൾക്കും തുറക്കാൻ കൊടുക്കില്ല. എപ്പോഴും മക്കള് ചോദിക്കും ഒന്ന് തുറക്കൂ വല്ലതും, ഞങ്ങൾക്കൊക്കെ കൊടുക്കില്ല. അവസാനം ഈ കാരണവര് ചത്തുപോയി, പാവം. എല്ലാരും ചാവും. അപ്പൊ എല്ലാവരും പറഞ്ഞു തന്നാ ഈ അലമാരയിൽ ഉണ്ടാവും. കാരണവർ എടുത്തു വെച്ച കാശ് ഇതെടുത്തിട്ടൊക്കെ നമുക്ക് ഇദ്ദേഹത്തിന്റെ സംസ്കാരത്തിനൊക്കെ കാശ് ചെലവഴിക്കാൻ. അലമാരയുടെ താക്കോല് കാണാനില്ല. തപ്പി 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 മടുത്തുപോയി. മനസ്സിലായില്ലേ? കാണണേ ഇല്ല. വീട്ടിലിനി തപ്പാനൊരിടമില്ല. ഇപ്പൊ ഈ അവസാനം മരിച്ചു കഴിഞ്ഞാൽ വായിൽ ഇത്തിരി വെള്ളം കൊടുക്കുന്ന അരി കൊടുക്കുന്ന ചടങ്ങില്ലേ, ഇത് നോക്കുമ്പോഴാണ് സ്റ്റീലിന്റെ ഒരു അറ്റം കിടക്കണം. എല്ലാവരും കൂടി വായ പൊളിച്ചു നോക്കും. ഈ വായയിൽ താക്കോലിട്ടാ ചത്തിരിക്കുന്നത്. ആ ചാവുമ്പോഴും അത് കൊണ്ടുപോകണം എന്നുള്ളൊരു മോഹം. മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള ആർത്തിയുള്ളവരുണ്ട്, കൊടുക്കില്ല. മനസ്സിലായില്ലേ? ചത്താലും ഞാൻ അങ്ങനെയൊക്കെ പറയില്ലേ, ചത്താലും ഞാൻ അവക്ക് കൊടുക്കില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ വാശിയുള്ളവർ. അതുകൊണ്ട് ഉറുമ്പിനെ പോലെ അല്പം ഒരു ബുദ്ധി വേണം. ഈ ചക്രത്തിൽ നിന്ന് ഒന്നെനിക്ക് അവർക്ക് പറയൂ, പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉറുമ്പ് അതിന് ചലിക്കണം, നടക്കണം, മൂവ് ചെയ്യണം, വേണ്ടേ? നമ്മൾ എന്ത് ചലന ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചലനമാണ് ചെയ്യേണ്ടത്? കൂടെ വന്നില്ല. അതിന്റെ പേരാണ് അനുഷ്ഠാനം. എന്താണ്? അനുഷ്ഠാനമാകുന്ന ഒരു ചലനത്തിലൂടെ പുറത്തു കടക്കാൻ സാധിക്കും. അനുഷ്ഠാനം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ളൊരു മാർഗമാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമ. എന്തൊരു മനോഹരമാണ് ഈ ഭാഗവതം. നോക്കൂ നിങ്ങൾ, എത്ര നല്ല ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ഇത് ധാരാളം മതി. പോരെ? ഒരു ഉറുമ്പ്, ചക്രം, നേരത്തെ മത്സ്യം, വെള്ളം, എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഭാഗവത്തില്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുക. അപ്പൊ നമ്മുടെ ജീവിതം കളഞ്ഞു കുളിക്കരുത്. നമുക്ക് അവബോധത്തിലേക്കും പൂർണ്ണബോധത്തിലേക്കും കടക്കണം. അതിന് പ്രവർത്തിക്കുക, അതിന് അനുഷ്ഠാനങ്ങൾ ചെയ്തു മുന്നേറണം. ഇതൊക്കെ ഒരു വ്യക്തത വന്നാൽ പിന്നെ നിങ്ങളോട് നാമം ജപിക്കാൻ ആരും പറഞ്ഞു തരണ്ട. കാരണം നിങ്ങൾക്ക് ബോധം വന്നു, ഞാനിത് ചെയ്താലേ എനിക്ക് എന്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോന്നും കെട്ടിപ്പിടിച്ച നേരത്തെ ഉടുമ്പിന്റെ കഥ പറഞ്ഞ പോലെയാണ്. ചൂട് തട്ടിയാലും പുറത്തു പോകാത്ത ഉറുമ്പിന്റെ അവസ്ഥ. ചൂട് തട്ടിയിട്ടും ഉറുമ്പ് പുറത്തു പോയില്ലെങ്കിൽ എന്താ അവസ്ഥ? ഒരു മകൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്നെ ഇങ്ങനെ നിർബന്ധിക്കണ്ടല്ലോ കല്യാണത്തിന്. സത്യത്തിൽ കല്യാണ ജീവിതം സുഖാണോ അമ്മേ? സത്യം പറയൂ, കല്യാണ ജീവിതം സുഖാണോ? നിങ്ങൾ എന്താ മകനോട് പറയാ? കല്യാണ ജീവിതം സുഖാണോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? അത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കുന്നു. എന്റെ കാര്യത്തിൽ കാര്യമായിട്ട് സുഖമൊന്നുമില്ല. നിന്റെ കാര്യത്തിൽ എങ്ങനെയാവുന്ന ഓരോരുത്തരെയും തലയിലെടുത്ത് പോലെ ഇരിക്കുന്നില്ലേ ഉത്തരം പറയുള്ളൂ.
എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെയല്ലേ ഉത്തരം പറയും. അപ്പൊ അമ്മ പറഞ്ഞു, സുഖമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമുണ്ട്. പക്ഷെ അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ സുഖമൊന്നും കണ്ടില്ലല്ലോ. അല്ല, അങ്ങനെയല്ല, അതൊരു സുഖം ഉണ്ടോന്ന് ചോദിച്ചാൽ സുഖമുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. എന്താ കഥ? പണ്ട് പെരുമ്പാവൂരിൽ കുറെ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. ഉറുമ്പിന്റെ കഥ പറഞ്ഞോണ്ട് പറയണ്ട. ഈ ഉറുമ്പുകളൊക്കെ കൂടെ, ഉറുമ്പിനൊരു പ്രത്യേകത ഉണ്ട്. അത് കഴിഞ്ഞ ജന്മം ഉണ്ടല്ലോ, കഴിഞ്ഞ ജന്മം ഉറുമ്പുകള് ഈ ബീവറേജിൽ ക്യൂ നിന്നവരാ. അതുകൊണ്ട് അടുത്ത ജന്മം അവർ ഉറുമ്പിനെ പോലെയായി അവരും ക്യൂല് സഞ്ചരിക്കുന്നു. ഒരാളെ തൊടാതെ നിന്ന് അങ്ങനെ മൂവ് ചെയ്യുന്നതാണല്ലോ ഉറുമ്പിന്റെ വരി. എങ്ങനെയില്ലേ? ആണോ? ഇത്ര കൃത്യത അച്ചടക്കത്തോടെ യാത്ര ചെയ്യുന്ന ഒരു വർഗം വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവരെങ്ങനെ പോകുമ്പോൾ എവിടുന്നോ ഒരു നല്ല സുഗന്ധം. അപ്പൊ ഇവരുടെ മുന്നിൽ പോയ ക്യാപ്റ്റൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ആള് പോയിട്ടൊരു മുങ്ങല് കാണുന്നില്ല. അപ്പൊ രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ, അവൻ എവിടെയാ പോയത്. രണ്ടാമത്തവൻ കാണുന്നില്ല. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ ഈ രണ്ടിനെയും പോയി കണ്ടുപിടിച്ചിട്ട് വരാം. അവന്റെ അഡ്രസ്സും ഇല്ല. 4 പോയി, 5 പോയി. അവസാനത്തെ ഒരുത്തൻ എവിടെയോ പണ്ട് ഭാഗവതം കേട്ടിരുന്നു. അവൻ ഇവരെയൊക്കെ അന്വേഷിക്കാൻ പോയപ്പം എവിടെ വെച്ചാൽ ഒരു പ്ലാവിന്റെ മുകളിലാണ്. നല്ലൊരു വരിക്കച്ചക്ക പഴുത്ത് പക്ഷി കൊത്തിയത്, അതിന്റെ സ്മെല്ലാണ് ഇവർക്ക് കിട്ടിയത്. ഇവരെല്ലാം ആ ചക്കയുടെ ഉള്ളിൽ കയറി കിടക്കുക. അപ്പൊ ഇവൻ പറഞ്ഞു, നോക്കൂ, നമ്മളൊരു കല്യാണത്തിന് പുറപ്പെട്ടതാണ്, അവിടെ മുഹൂർത്തമാവാറായി, നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കടന്ന് കളിക്കരുത്, എല്ലാവരും വേഗം പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അവര് പറഞ്ഞു, എന്താ ഒരു മധുരം! ഓ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെരുമ്പാവൂര് കൂടിയാകുമ്പോ അതിന്റെ മധുരത്തിനൊരു ടേസ്റ്റ് കൂടെ. നീ ഇങ്ങോട്ട് വാ, അതിലേക്ക് വാ. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ അത് കഴിക്കാൻ മോഹമില്ല, നിങ്ങള് താഴോട്ട് വാ. കുറച്ചു കഴിഞ്ഞ് അവര് പറഞ്ഞു, സത്യം പറയാലോ, ഇനി ഈ ജന്മം താഴോട്ട് വരാൻ പറ്റില്ല. എന്തു പറ്റി? ഒട്ടിപ്പോയി അതിനകത്ത്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കെട്ടുബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കൽ അത്ര എളുപ്പമല്ല. അതിലങ്ങോട്ട് ഒട്ടിപ്പോയി. ആ ഒട്ടലിലൊരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരിയൊക്കെ വിഷമായാലും വീണ്ടും വീണ്ടും ഒട്ടി നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒട്ടി നിൽക്കാനല്ല. ഒട്ടി നിൽക്കാൻ കാലം നമ്മളെ ഒരിക്കലും അനുവദിക്കില്ല.